നമ്മുടെ ഡ്രൈവർ രാഹുൽ സ്പൾബർ രാഹുൽ. എടുത്ത് മകഞ്ഞടുത്തേക്ക് നിൽക്കണത് ഫസ്റ്റ് ടൈം ആണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഒരുപാട് നാളത്തെ ഒരു ഡ്രീം റൈഡിലേക്കാണ് ഇന്ന് പോണത്. ബൈക്കായിട്ടൊന്നുമല്ല, ഞങ്ങൾ ഒരു 8 പേര് കാറിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം വേറെ ഒന്നുമല്ല, ധനുഷ്കോടിക്കാണ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസാണ് ധനുഷ്കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇന്നിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വെള്ളിക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇനിയിപ്പോൾ മധുരയ്ക്ക് ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഒരു 2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് ധനുഷ്കോടിക്ക്. അപ്പോൾ ഇന്നലെ രാത്രി 11 ടൈമിലെങ്ങാണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് 7 മണിയായി. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ദൂരമുണ്ട്. നല്ലൊരു സ്ട്രെച്ച് റോഡാണ്, അത്യാവശ്യം 3 ലൈനായിട്ടുള്ള അടിപൊളി റോഡാണ്. നമുക്ക് ഇനി ഒരു സ്ട്രെച്ചിൽ ഒരു 40-50 കിലോമീറ്റർ ഈ റോഡ് ഞാൻ ത്രൂഔട്ട്. നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും നിർത്തിയതാണ്. ഇതാ ഈ സൈഡിൽ നമ്മുടെ സൂര്യൻ ഉദിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത് അടിപൊളി കല്ലക്കൻ ആംബിയൻസ്. പിന്നെ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടുന്ന് മെല്ലെ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഒരുപാട് ദൂരം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഈ തമിഴ്നാട്ടിലെ ഫുഡായ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നൈസായിട്ട് വഴിയിൽ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ ഓൺ ദ വേ തമിഴ്നാട് ബ്രാഞ്ചായ ലുലുവിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. കാറിലിരിക്കുമ്പോൾ നമ്മൾ ഫുൾ AC ഇട്ടൊക്കെയാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ വലിയ ഫീലൊന്നും തോന്നിക്കില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 1 hour കൂടി ട്രാവലുണ്ട്. ഇപ്പോൾ ഏതാണ്ട് സമയം 9:30 ആയി. റൂമിലൊക്കെ എത്തുമ്പോൾ ഒരു 10-11 ആയിരിക്കും. നമ്മുടെ ചെക്കിൻ ടൈം പറഞ്ഞേക്കുന്നത് 12 മണിയാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് പോയാലും വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. എന്ത് നമ്മുടെ ഡ്രൈവർ രാഹുൽ സ്പൾബർ രാഹുൽ, കോസിയേറ്റർ, മാപ്പ്, ഗൂഗിൾ മാപ്പ്. ഇവനെന്റെ വീഡിയോ കോപ്പി അടിക്കാണ് ഗൈസ്, നിങ്ങൾ ഇത് കാണുക. A few hours later. അപ്പോൾ ഞങ്ങളങ്ങനെ ഏതാണ്ട് എത്താറായത്. നമുക്ക് സൈഡിലൊക്കെ കാണാം ഒരു റെയിൽവേ ട്രാക്ക്. ഈ സാധനം ഇത് അവിടെ വരെ ഉണ്ട്. എൻജോയ് ഉണ്ട് നമ്മുടെ. അത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അവസാനം വരെ ഉണ്ട്. പാമ്പൻ പാലം നമ്മുടെ സൈഡിലുണ്ട്, കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ സൈഡിൽ വേറെ ഗ്ലാസ് തുറക്കാം. ഇതാണ് പാമ്പൻ പാലം. ഇതാണ് ഞാൻ പറഞ്ഞതാണ്. അയ്യോ ഗോപുരം വേനെ. നമ്മുടെ റോഡിന് 2 സൈഡിലും കടലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റൂമിലേക്ക് എത്താറായുണ്ട്. ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് ബാക്കി. അപ്പോൾ നമുക്കിനി ഇവിടേക്ക് കയറുന്നതിൻ്റെ ഒരു പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ രീതിയാണ്. ഇപ്പോൾ കാറിന് 100 അല്ല, അവിടെ വേറെ കുറേ കേസിട്ടുണ്ടായില്ല. എല്ലാം 100 അപ്പോൾ എല്ലാ വണ്ടിക്കും 100. ബൈക്കിന് 100. ബൈക്കിന് പാസില്ല. അപ്പോൾ കാറ്, ലോറി അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും 100 രൂപ നമ്മളവിടെ പാസ് തുറക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ റൂമിൽ ഇപ്പോൾ തന്നെ എത്തും. പിന്നെ റൂമിലെത്തിക്കേണ്ട ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാ ഹോട്ടൽ രാമേശ്വരം ഗ്രാൻഡ്. എൻ്റെ അമ്മേ, ഒടുക്കത്തെ വെയിൽ. എനിക്കവിടുന്ന് കറുത്ത് കരിവാലിച്ചു. ഫുള്ള് നമ്മുടെ ചുറ്റും ബീച്ചൊക്കെ ആയ കാരണം ഭയങ്കര വെയിലാണ് ഇവിടെ. ഇനിയിപ്പോൾ റൂം AC ആയ കാരണം വലിയ വിഷയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിലേക്ക് ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ റൂമിലേക്ക് എത്തി. 10 ആയപ്പോഴേക്ക് ഇപ്പോൾ റൂമിലേക്ക് എത്തി. നമ്മുടെ ചെക്കിൻ ടൈം പറഞ്ഞാൽ 12 മണിയാണ്. അപ്പോൾ എന്തായാലും റൂം നേരത്തെ കിട്ടുമോ ഇല്ലയോ എന്ന് ആദ്യം ജസ്റ്റ് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറിക്കൊണ്ട് ബാക്കി കാര്യം അവിടെ ജസ്റ്റ് ചെക്കിൻ ചെയ്യാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ റൂമൊക്കെ സെറ്റായി. ഏതാണ്ട് 1 hour മുമ്പ് റൂം കിട്ടി. ലെറ്റ്സ് ഗോ. ഷൂ എടുത്തില്ല. ഷൂ എൻ്റെ ബാഗിലാണ് ഷൂ. റൈഡേഴ്സ് ഫ്രം ഗുജറാത്ത്. കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടല്. അത്യാവശ്യം പുറമേ നിന്നുണ്ട്, നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പകത്ത് നിന്നിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി വെക്കാം. അടുത്തടുത്തുള്ള 2 റൂമാണ് എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും
അകത്ത് എന്നിട്ട് റൂമിൻ്റെ കാര്യങ്ങളും ഒക്കെ കംഫർട്ടൊക്കെ നോക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് അടിച്ചു മാറ്റിയാണ് കാര്യം വ്ളോഗ് ചെയ്യുന്നത്. നമ്മുടെ റൂം ഏതാ? 6 ബൈക്കർ ബോയ്സ് വ്ളോഗ്സ് 616. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓപ്പൺ ദ ഡോർ. അങ്ങനെ ഞങ്ങളുടെ പുതിയ റൂമിലേക്ക് നമ്പർ ഞാൻ ചോദിച്ചു മേടിച്ചാണ്. വാവ്, പലതരം ചേറല്ലേ? പലതരം ചേരുണ്ട്. കൊള്ളാലോ. അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി, ഫ്രഷായി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഈവനിങ് ആയി. ഇനിയിപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇവിടെ പാമ്പൻ പാലം ഉണ്ട്, അപ്പോൾ അവിടെ പോകാനുള്ള പ്ലാനാണ്. നമ്മളെന്തായാലും എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. യോ അപ്പോൾ കൂടുതലുള്ള 2 പേര് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പുറ സൈഡിൽ. അപ്പോൾ അവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് നമ്മുടെ കൂടെയുള്ള അടുത്ത വണ്ടി. എൻ്റെ മോനെ 2 ദിവസത്തേക്ക് ധനുഷ്കോടി ഡേയ്സ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർക്ക് പോലും കടകളെ പറ്റി വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അടുത്ത് ഒരു കടയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒന്ന് എടുത്തേക്കാണ്. ആ ഭാഗത്ത് കുറച്ച് കടകളുണ്ട്. ഇപ്പോൾ 2 പേര് ഇറങ്ങിപ്പോൾ ചോദിക്കാനുണ്ട് ഫുഡ്. പക്ഷേ കട കണ്ടിട്ട് അത്ര സച്ചപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ ഫുഡ് എങ്ങനെയാണ് എന്നൊന്നും യാതൊരു പിടുത്തമില്ല. തമിഴ്നാട്ടിലൊന്നും മെയിൻ വിഷയം ഫുഡാണ്. മാക്സിമം നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നമുക്കാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് നമ്മൾ ആകെ പറഞ്ഞേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കിട്ടിയില്ല. ഇപ്പോൾ പുറത്തേക്ക് പോയിട്ട് കുറച്ച് ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കണം. കാര്യം നമുക്ക് ധനുഷ്കോടി പോയി കഴിഞ്ഞാൽ അവിടെ ഫിഷ് ഫ്രൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെന്തായാലും നാളെയും കൂടി ഇവിടെ ഉള്ള കാരണം ധനുഷ്കോടിക്ക് നാളെ പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഏരിയയിൽ നിന്ന് എവിടെന്നെങ്കിലും ഫുഡ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എവിടെന്നെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ അതിനുള്ള പത്രപ്പാടിലാണ്. ഇനിയിപ്പോൾ കണ്ടുപിടിക്കണം. എന്തായി? ഫ്രൈഡ് റൈസ്, ഇറച്ചിച്ചോറ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. പക്ഷേ ഈച്ചയുടെ ഇത് കല്യാണ് അവിടെ. അതാ കട കണ്ടാലും അറിയാം. അപ്പോൾ നമ്മളങ്ങനെ അതും വേണ്ടെന്ന് വെച്ചു. ഫുള്ള് ഒരു ക്ലീനില്ലാത്ത ഹോട്ടലാണ്, ഈച്ചും കയറിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MJ ദ ക്രിയേറ്റർ എൻ്റെ യൂട്യൂബ് ബ്ലോഗർ എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്തൊരു ഹോട്ടലിലും കൂടി വന്ന്, പക്ഷേ ഇവിടെയും ഫുഡ് ഇല്ല. ഇതിപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് വന്നത് ട്രിപ്പ് പോലെ ആയിപ്പോയി. കാരണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് കുറേ ഹോട്ടലിൽ പോയി, പക്ഷേ ഇതുവരെയായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു യാതൊരു ഇത് കൊടുത്തില്ല. ലൈറ്റായിട്ട് കഴിക്കാന്ന് വെച്ചിട്ടാണ് എവിടെയെങ്കിലും കയറിയത്. പക്ഷേ ഇവിടെ ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. കാര്യം ഹോട്ടലുകളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു എന്താ പറയുക വൃത്തിയില്ല. അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഹോട്ടലിലേക്ക് നമുക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നല്ലൊരു ഹോട്ടലിലേക്ക് പോണത്. ഇനിയിപ്പോൾ മിക്കവാറും അത്യാവശ്യം വലിയ ഹോട്ടലിൽ കയറി ലക്ഷറി ആയാലും കഴിക്കേണ്ടി വരുന്നത് തോന്നുന്നു. എന്തായാലും നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാം. കാരണം ഇവിടെ വെയിറ്റ് ചെയ്തൊരു കാര്യമില്ല. ഫുഡില്ലാണ്ട് നോക്കുന്നതിൻ്റെ കാര്യമില്ലല്ലോ. ആരും ഉച്ചയ്ക്കൊന്നും കഴിക്കാത്ത കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡിന് വേണ്ടിയിട്ടുള്ള അലച്ചിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് ഫുഡ് കിട്ടിയിട്ട് വന്ന ട്രിപ്പ് പോലെ ആയിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു കട കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, വലിയ സെറ്റപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കണില്ല. ഞാൻ ജസ്റ്റ് പോയിട്ട് ഫുഡ് വെച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ വരും. പിന്നെ വേറെ എവിടെയും പോയി അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫുഡ് വെച്ചിട്ട് വരാം. നല്ല വിശപ്പുണ്ട്. നമ്മളതിനെ പ്രതീക്ഷിച്ച പോലെ തന്നെ ഫുഡ് വലിയ സെറ്റപ്പൊന്നും ഉണ്ടായില്ല. ഭയങ്കര എരിവാർന്ന്. പിന്നെ വിശപ്പ് പറഞ്ഞാൽ എല്ലാവരും കഴിച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ധനുഷ്കോടിക്ക് പോവാണ് മാപ്പ് ഇട്ടിട്ട്. എന്തായാലും അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു 5:30 ഇപ്പം അത്ര 5:30 6 മണി 6:30 ആയിരിക്കും. എന്തായാലും സൺസെറ്റ് കാണാം. ഇന്നത്തെ ഈവനിങ് പോക്ക് നൈസായിട്ട് മൂഞ്ചുണ്ട്. ധനുഷ്കോടിക്ക് കയറ്റി വരണമെങ്കിൽ 5 മണിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തണം. ഇതിപ്പോൾ നമ്മളെന്താണ്ട് 5:30 ആയി. അതുകൊണ്ട് തന്നെ എന്തായാലും നാളെ രാവിലത്തേക്കാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ധനുഷ്കോടി എത്തിയിട്ട് സൺറൈസ് കാണാം. സൺസെറ്റ് കാണാൻ പറ്റില്ല. സൺറൈസ് കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങാം. അപ്പോൾ എന്തായാലും പോകണ വഴി നമുക്ക് മറ്റേ പാമ്പൻ പാലമുണ്ട്. ജസ്റ്റ് അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്നത്തെ ഈ ഒരു ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യാം.
ഇങ്ങനെ നേരെ പാമ്പമ്പാലത്തിലെത്തി. അപ്പോൾ ഇത് പാലത്തിൻ്റെ തുടക്കമുണ്ടോ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് വണ്ടിയൊക്കെ ഇടാൻ പറ്റുള്ളൂ, ഈ ഒരു ഗ്യാപ്പൊക്കെ ഉള്ളൂ. അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ പാലം തുടങ്ങിയ കാരണം വണ്ടിയുടെ ഗ്യാപ്പും കാര്യമൊന്നുമില്ല. പക്ഷേ കുറച്ചേരൊക്കെ നിർത്താറുണ്ട്. പക്ഷേ ഇൻ കേസ് നമ്മൾ നിർത്തിയിട്ട് പോലീസ് അങ്ങ് പിടിച്ച് കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് കുറച്ച് ഷോട്ടൊക്കെ എടുക്കാനുള്ള പ്ലാനായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ പാലത്ത് കയറി നോക്കാം, വണ്ടി നിർത്താൻ പറ്റുകയാണെങ്കിൽ ആ സെൻട്രൽ പോർഷനിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റ് കൊള്ളാം. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പാലം കടന്ന് അപ്പുറേക്ക് പോയി, അവിടെ എന്തോ വേറെ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല വ്യൂ ആട്ടോ, നല്ല കാറ്റും കാര്യമൊക്കെ ഉള്ള കാരണം ഈ ഒരു ടൈമിൽ വന്നം ഒരു ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് ആള് ചാവാറാവും. കാരണം ഈ ഒരു ലൈറ്റിങ്ങും ഈ ഒരു തണുപ്പും കിട്ടണമെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ വന്നം. പിന്നെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഫിഷിംഗ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിഷിങ് ചെയ്യാറുള്ള. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ നൈസായിട്ട് ഇറങ്ങുകയാണ്. കുറച്ച് നേരം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും അവരുടെ കൂടെ അപ്പുറത്തേക്ക് പോയി നോക്കട്ടെ, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും കൂടി അറ്റൻഡ് ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ താഴെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി കയറി പോകണമെങ്കിൽ നൈസൊരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ പാലത്തിലേക്ക് നൈസായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ നൈസായിട്ട് നിർത്തിയിട്ട്, പക്ഷേ ഫ്രണ്ടിൽ കിടന്ന വണ്ടിയൊക്കെ ഇപ്പോൾ എടുത്തിട്ട് പോയി. അപ്പോൾ നമ്മളെന്തായാലും അവരുടെ ഒപ്പത്തിന് ഇടാനായിട്ട് ജസ്റ്റ് വണ്ടി ഫ്രണ്ട് എടുക്കുന്നുണ്ട്. എൻ്റെ മോനെ നോക്ക്, അടിപൊളി. ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഫിഷിംഗ് ബോട്ടാണ്. ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും അധികം കിട്ടാത്തത്. ഇന്നിപ്പോൾ ഇൻ കേസ് നമ്മൾ ധനുഷ്കോടി പോവുകയാണെങ്കിൽ തന്നെ ഫുഡായിട്ട് കിട്ടേണ്ടത് മെയിൻ ഫിഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ടൈമിൽ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമുണ്ടോ, നല്ല ഭയങ്കര നല്ലൊരു ആംബിയൻസും ഉണ്ട്. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഒരു വൺ ടൈം വിസിറ്റിന് പറ്റിയ ഒരു സ്പോട്ടൊക്കെ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നും ഇവിടെ കാണാനൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു പാലവും പിന്നെ ധനുഷ്കോടിയിലേക്ക് പോകുന്ന ആ റൂട്ടും പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. കാര്യം അവൾ അത്ര വലിയ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റുന്നുള്ള പാർക്കോ ബീച്ചോ അങ്ങനത്തെ അടിപൊളി സ്ഥലങ്ങളൊന്നുമില്ല. എന്തായാലും ഒരാവശ്യങ്ങളും അറ്റ്ലീസ്റ്റ് വന്നിരിക്കണം, ഈ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടണം. പക്ഷേ നമ്മളിത് ഇതുവരെയായിട്ടും ധനുഷ്കോടിയിലേക്ക് എത്തിയിട്ടില്ല. നാളെ ഏർലി മോർണിംഗ് ആണ് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരെ പമ്പമടത്തിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ നൈസായിട്ട് ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ബാക്കി കുറച്ച് പേര് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക ചെല്ലാൻ പറഞ്ഞ്. അപ്പോൾ എന്തായാലും അവർക്ക് ഇനി പോസ്റ്റ് എടുക്കാൻ നൈസായിട്ട് വേഗം തന്നെ അങ്ങടേക്ക് എത്താം. കാരണം സൂര്യൻ ഇപ്പോൾ തന്നെ പോകും. എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും സൂര്യൻ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും ഇത്ര നേരം നമ്മളെ വെയിറ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും നൈസായിട്ട് അവിടേക്ക് പോകാം. നമ്മളങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. അവരത്യാവശ്യം നല്ല സ്പോട്ടിലാണ് നിന്നത്. നമുക്കെന്തായാലും സൂര്യൻ പോണതിന് മുമ്പ് അവിടേക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് സൂര്യൻ താന്നു പോകും. എൻ്റെ മോനെ വണ്ടിയും ഈ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്ന കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വരാണെങ്കിൽ അത്യാവശ്യം നൈസായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ലായിട്ട് നിൽക്കാൻ പറ്റും. നൈസ് ഒരു ചെറിയൊരു ബീച്ചാണ്. നമുക്ക് അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നൈസൊരു ആംബിയൻസ് ഉള്ള ബീച്ചാട്ടോ. ഈ പാറും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് നല്ല ഫോട്ടോസും കാര്യമൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ആഴം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, നമ്മൾ ഇറങ്ങാനൊന്നും പോകണില്ല. ഇവിടെ അധികാരം ഇറങ്ങാനും കണ്ടിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ബീച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക പ്രധാനമായിട്ടൊരു സ്പോട്ടൊന്നും പറയാനില്ല. മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടിയാണ്. അത് നമുക്കിതാ നേരെ കാണുന്നൊരു വര പോലെ കണ്ടോ, കാണാൻ പറ്റണമെന്നറിയില്ല. അതാണ് നമുക്ക് നാളെ രാവിലെ എത്തേണ്ട സ്ഥലം. അപ്പോൾ നാളെ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് സൺറൈസ് എപ്പോഴാണ് നോക്കിയിട്ട് നൈസായിട്ട് അവിടെ സൺറൈസ് കിട്ടാൻ മാത്രത്തിന് റൂമിൽ നിന്ന് ഇറങ്ങണം. എല്ലാവരും രാവിലെ തന്നെ എനിക്കാണെങ്കിൽ മാത്രമാണ് അങ്ങനെയൊക്കെ പോകാൻ പോലും പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു ആംബിയൻസ് അടിപൊളിയായിട്ടാ. ഈ ഒരു സൈഡിൽ നമുക്ക് ചന്ദ്രനെ കാണാം, സൂര്യനും ഡയറക്റ്റ് ഒരേ സമയത്ത് നമുക്ക് അപ്പുറം ഇപ്പുറം കാണാൻ പറ്റിയൊരു അടിപൊളി ലൊക്കേഷനാണ്. എന്ന് വെച്ചാൽ ആ സൈഡിലും കടൽ, ഇവിടെയും കടൽ. പിന്നെ ഇവിടുത്തെ ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. നൈറ്റൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടൊന്നും ഈ ഒരു ഏരിയയിലില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് നേരെ റൂമിലേക്ക് പോകാം. ഇന്നലെ ഞങ്ങൾ നേരെ ബീച്ചിൽ നിന്ന് റൂമിലേക്ക് എത്തി. പിന്നെ ഫുഡിൻ്റെ ദിവസം അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയത്. പിന്നെ ഇന്ന് ധനുഷ്കോടിക്ക് ഏർലി മോർണിംഗ് പോകേണ്ട കാരണം ഞങ്ങൾ നേരത്തെ എണീറ്റ്. പക്ഷേ വേറെ കോമഡി ഉണ്ട്, ഞങ്ങൾ 3 നേരം മാത്രം എണീറ്റിട്ടുള്ളൂ. ബാക്കി എല്ലാവരൊക്കെ ഉറക്കം വന്നിട്ട് കിടക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പോയിട്ട് സൺറൈസ് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ഗുജറാത്തിൽ നിന്നുള്ള റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരും അങ്ങടേക്കായിരിക്കും എന്ന് തോന്നണു. അവരൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് അങ്ങടേക്ക് ഇറങ്ങാം. ധനുഷ്കോടിയിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് 6 മണിക്കാണ് അവർ നമ്മളെ കടത്തി വിടുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 6 മണിയായി. നമ്മളെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട്
കുറേ വണ്ടികൾ. അയ്യോ നമ്മളെ ഫ്രണ്ടിൽ ബാക്കിലായിട്ട് കുറേ വണ്ടികളുണ്ട്. ചെയ്തോട്ടെ വെറുതെ ഓട്ടോന്റെ ലോ ലൈറ്റില്ലേ കിട്ടൂല. ചവിട്ടി പിടിച്ചു വന്ന കാരണം ഫസ്റ്റ് അല്ലല്ലേ? അത് പോലീസാണോ? ഇപ്പൊ നമ്മള് സെക്കൻഡാന്ന് തോന്നുന്നു. അത് പോലീസ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റാണ്, പോലീസ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡാ. ആ ബ്ലഡി ഫൂൾസ് കേരളണ്ടിയാണോ നോക്ക്. ധനുഷ്കോടി എത്തിയിട്ടുണ്ട്. വളരെ നിസ്സാര ആൾക്കാരാണ് നിലവിൽ എത്തിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ചവിട്ടി പിടിച്ചാണ് വന്നത്. ഒരുപാട് പേര് അവിടെ നിന്ന് വരുന്നുണ്ട്. ലൈറ്റ് കണ്ടാൽ മനസ്സിലാവും തോന്നണം. അപ്പോൾ ഇനിയിപ്പോൾ ഏതാണ്ടൊരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും സൂര്യൻ ഉദിക്കും. ആ ഒരു ഭാഗത്തു നിന്നാണ്. അത് അടിപൊളി വ്യൂ ആയിരിക്കണം. ഇങ്ങനെ ഒരു ഈ ഒരു ആംബിയൻസിൽ കണ്ടിട്ട് നല്ലൊരു വ്യൂ ആയിരിക്കണം. അവിടെ ചുറ്റും കടലാണ് കണ്ടോ. നമ്മുടെ ചുറ്റും കടൽ. കട്ട വെയിറ്റിംഗ് ആണ്. ബാക്കിയുള്ളവരൊക്കെ റൂമിൽ നല്ല ഉറക്കമാണ്. ഞങ്ങളിപ്പോൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇവിടേക്ക് ഇറങ്ങിയത്. എന്തായാലും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവിടെ കംപ്ലീറ്റ് നിറയും. നിറച്ചും വണ്ടി ബാക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് സിഗ്നൽ കട്ടായി കിടക്കുക. യാതൊരു വിധ പുറത്തേക്ക് നമുക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത്ര ദൂരം വണ്ടി ഓടിച്ച് അത്തെത്തിയാൽ മാത്രമേ നമുക്ക് റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരായിട്ടുണ്ട്. പിന്നെ വേറെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഇതിനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് സൂര്യനെ കാണാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞത്. അതായത് കറക്റ്റ് നമ്മുടെ കന്യാകുമാരിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ കടലിൻ്റെ ലെവലിൽ സൂര്യൻ പൊങ്ങിയെന്ന് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ കാണാൻ പറ്റില്ല. സൂര്യൻ കുറച്ചുകൂടി മുകളിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും സൂര്യനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയിട്ടും സൂര്യനൊന്നും കണ്ടിട്ടില്ല. എന്തായാലും വന്നിട്ടുണ്ടാവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. നല്ല വെളിച്ചമായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. പിന്നെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ക്രൗഡ്. നമ്മൾ വന്ന പോലെയല്ല, വന്നപ്പോൾ ഓരോ മനുഷ്യൻ പോലും ഉണ്ടായില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരായിട്ടുണ്ട്. പിന്നെ നല്ല സ്ട്രെച്ചിലാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്. ഫ്രണ്ട് പറഞ്ഞത് അവിടെ ഇത് കൊടി പോലെ കുത്തിയിട്ടുണ്ട്, അതായത് കടലിൽ. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല, ഇത്രയും വെള്ളം ഉണ്ടായില്ല. നമുക്ക് അറ്റം വരെ നടന്നു പോകാൻ പറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്തായാലും നമുക്ക് പറ്റില്ല. അത്യാവശ്യം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു ലെവലിൽ ഇറങ്ങാൻ പറ്റും എന്നല്ലാണ്ട് കുറച്ചേരം നടക്കാനൊന്നും പറ്റില്ല. ചെറുതായിട്ട് സൺറൈസ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഗോപ്രോയിൽ വിസിബിലിറ്റി ഭയങ്കര ശോകമായിരിക്കും. അത്ര ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടുള്ള ആ ഒരു കാഴ്ചയിൽ സൂര്യൻ നൈസായിട്ട് കാണാൻ പറ്റും. ഇതാ ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാം. പിന്നെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന ആ ഒരു ഫീല് അടിപൊളിയായിട്ട് കിട്ടില്ലെങ്കിലും ജസ്റ്റ് ആ പൊങ്ങി വന്നിട്ട് ആ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ വന്ന ആ ഒരു സാധനം അടിപൊളിയാണ്. പിന്നെ സ്കൈയും അത്യാവശ്യം നൈസായിട്ട് നിൽക്കണ കാരണം നമുക്കൊരു നല്ലൊരു ആംബിയൻസും ഈ ഒരു വൈബും കിട്ടും. പക്ഷേ ഈ ഒരു ടൈമിൽ മാത്രമായിട്ട് ഇവിടെ നിൽക്കാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഭയങ്കര ചൂടുള്ളൊരു ഏരിയയാണ്. ചുറ്റും കടലായ കാരണം ഭയങ്കര ചൂടായിരിക്കും. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ ചാവാറാവും. ആ അമ്മാതിരി വെയിലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും ഈ ടൈമിൽ കുഴപ്പമില്ല. പിന്നെ ഈവനിങ് കുഴപ്പമില്ല. ഈവനിങ് ഈ പറഞ്ഞ പോലെ 5 മണിക്ക് അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. അതിന് മുന്നേ നമ്മളിപ്പോൾ കിടക്കണം. എന്നാലാണ് ഈവനിങ്ങിൽ ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സൂര്യൻ നൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റും. അവിടെ റൗണ്ടിൽ ഒരുപാട് പേര് വീഡിയോസ് എടുക്കാനായിട്ടും ഫോട്ടോസ് എടുക്കാനായിട്ടും ഇവിടെ കൂടിയിട്ടുണ്ട്. ഈവൻ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് വരെ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ ട്രാവലൊക്കെ ചെയ്ത് ഇവിടെ വന്നേക്കണേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഈ ഒരു ആംബിയൻസിലൊക്കെ നിന്നിട്ട് നൈസായിട്ട് ഞങ്ങളിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് മാത്രമായിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള സ്പേസ് അപ്പോൾ പോവാണ്. അപ്പോൾ എന്തായാലും വൺ ടൈം വേസ്റ്റാണ്. എല്ലാവരും മാക്സിമം വരാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഓരോ പ്രാവശ്യങ്ങളും ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെ ബോർഡർ സൈഡായ കാരണം നമുക്ക് ഇവിടെ നിന്ന് ശ്രീലങ്കയ്ക്ക് വലിയ ദൂരമൊന്നുമില്ല. ആ ഒരു ഭാഗത്തേക്ക് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക എത്താൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് പോകാനായിട്ടുള്ള റൂട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ വരണ വഴി നൈസായിട്ട് റോഡ് സൈഡിൽ മയിലിനെ കണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കാം ആൻഡ് കീപ് ക്വൈറ്റായിട്ട് നമ്മുടെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നൈസായിട്ടിരിക്കാം. അപ്പോൾ കുറച്ചൊരു ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ നാട്ടുകാരൊന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും അടുത്ത് മകിഞ്ഞടുത്തേക്ക് നിൽക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. കണ്ടോ നമ്മൾ ഈ അടുത്ത് വരെ നിന്നിട്ട് പോലും പേടിച്ച് ഓർമ്മൊന്നുമില്ല. ഇപ്പോൾ ഗോപുരം നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഭയങ്കര ക്ലോസ് ആണ്. നമുക്ക് ഫുഡൊന്നും കൊടുക്കാനുള്ള പെർമിഷൻ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ നാട്ടുകാരും തെറിയൊക്കെ പറയും. ഇതൊന്നും ഇങ്ങനെ
പീലിയൊന്നും വിടത്തില്ലെങ്കിൽ കാണാൻ കുറച്ചിട്ട് ഭംഗിയുണ്ടാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. പിന്നെ വേറെ കോമഡി എന്ന് വെച്ചാൽ തമിഴ്നാട് ഏരിയയിൽ നിന്ന് മയിൽ ഭയങ്കര എന്താ പറയുക, ഒരുപാട് മയിലിന് കാണാൻ പറ്റും. വലിയ റെയർ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ അയ്യോ പോയി, നമ്മൾ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ നൈസായിട്ട് കാറിൻ്റെ ഫ്രണ്ട് കൂടെയൊക്കെ പറന്നൊക്കെ പോകാൻ ചാൻസൊക്കെ ഉണ്ട്. ഇതിന് മുമ്പും എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ പെണ്ണാണോ ആണോന്നറിയില്ല. ഇതിൻ്റെ തന്നെ പേര് ഇത് അടുത്ത നടന്ന് പോകണ്ടേ, പക്ഷെ ഇപ്പോൾ കാണാനില്ല. പിന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പോർഷനിലാണ് നമുക്ക് കടകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഹെവി ഐറ്റംസ് കിട്ടുന്ന കടയൊന്നുമില്ല. കൂടുതലും ഫിഷിൻ്റെ ഐറ്റംസ് ഫുഡൊക്കെ ആയിട്ട് കിട്ടുന്ന കടകളൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കടലിൽ നിന്ന് കിട്ടുന്ന എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കമ്മൽ, വള, മാല, ഏത് ശംഖും കാര്യങ്ങളൊക്കെ ഉള്ള കിട്ടും നമുക്ക് മേടിക്കാൻ പറ്റിയ ചെറിയൊരു സ്പോട്ടും കാര്യങ്ങളിലേക്കാണ് ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ. പിന്നെ അങ്ങോട്ടേക്ക് പോയാലും ഈ ഒരു സൈഡിലേക്ക് പോയാലും നമുക്ക് വേറെ കടകളൊന്നുമില്ല. കണ്ടാ നോക്കാൻ തന്നെ അറിയാം, കക്ക, ശംഖ്, കല്ല് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ റൂമിലേക്ക് ഇനി പോവാം. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടാവും, അവർക്ക് എന്തായാലും ഇത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈവനിങ് ഒന്നും കൂടി വരാൻ ചാൻസ് ഉണ്ട്. നന്മമരം വീട്ടിലെ പട്ടിക്കലും ഫുഡൊക്കെ ഇല്ലില്ല, എനിക്കൊന്നും വന്നില്ല. ഗ്യാങ്ങിനെ വിളിച്ചോണ്ട് വന്നേക്കാം. ഇപ്പോൾ വരട്ടെ, ബാക്കി ഇതേ വന്നു എണ്ണം കൂടി വരണ്ട്. ഓഹോയ് കഴിക്കേ നിങ്ങളുടെ അമ്മൻ്റെ നോക്കിക്കാ, കാറിനുള്ളിൽ കയറോ. നമ്മൾ പോരുന്ന വഴി ഇതാ ഇവിടെ ഒരു അടിപൊളി കാറൊക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. പക്ഷേ കടക്കാണ്ടിരിക്കാൻ വേണ്ടി മരമൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും കാറിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളൊന്ന് നൈസായിട്ട് ഇവിടെ വരെ ഇറക്കിയിട്ടുള്ളൂ. ഇറങ്ങിയപ്പോഴാണ് ഇവന്മാരെ കിട്ടിയത്. കയ്യിൽ ബിസ്ക്കറ്റിൻ്റെ കാരണം കൊടുത്ത്. പിന്നെ മെയിൻ കാര്യം ഇവിടെ കാറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് വരും, ബ്ലോക്ക് ആവും. പിന്നെ റിസ്ക്കാണ്. പഴയ തൂണ കയറാൻ ഇപ്പോൾ ഇടിഞ്ഞു വീഴാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെയുള്ള എൻട്രൻസ് അവർ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാറ് കയറ്റിയ കാരണം വേറൊരു കാറ് ബാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും റീസൺ ഇതൊരു ക്ലോസ് ചെയ്യാനായിട്ട്. ഇവിടെ ക്രൗഡൊക്കെ അയക്കാനപ്പോൾ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ധനുഷ്കോടി പോയിട്ട് വന്ന് ഫുഡ് കഴിച്ച് ജസ്റ്റ് ഇന്ന് ഫ്രഷായി ഇനിയിപ്പോൾ പുറത്തേക്ക് ഒരു ഐലൻഡിലേക്ക് പോകുന്നതാണ് പറഞ്ഞത്. അവിടേക്ക് ലൊക്കേഷൻ നമ്മുടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടത്തേക്ക് ഉണ്ട്. അവിടെ സംഭവങ്ങൾ എന്താണെന്ന് ജസ്റ്റ് അറിയാം. ഓൾറെഡി നമ്മളിപ്പോൾ ലേറ്റായി, ബാക്കിയുള്ള ടീം അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം.